അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹജ്ജുദ് നമസ്കരിക്കുന്നവർക്ക് 3 രഹസ്യങ്ങൾ. സഹോദരങ്ങളെ, രാത്രി നിശബ്ദമാകുമ്പോൾ, ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ചില ഹൃദയങ്ങൾ മാത്രം ഉണർന്നിരിക്കും. അത് സാധാരണ മനുഷ്യരല്ല, അത് അള്ളാഹു വിളിച്ചവരാണ്. ഒന്നാമത്തെ രഹസ്യം, വിധി എഡിറ്റിംഗ് ചെയ്യപ്പെടുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കൂ. ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ. ഖദറിനെ തിരിച്ചു നിർത്തുന്നത് ദുആ മാത്രമാണ്. തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നമ്മുടെ ജീവിതത്തിൽ ചില വിധികൾ എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ചിലത് മുഅല്ലഖ് ആണ്. അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ വിധി ഇങ്ങനെ ദുആയെ കാത്തിരിക്കുന്ന വഴിയാണ്. ദുആ കൊണ്ട് ആ വിധി മാറ്റപ്പെടും. ചില വിധികൾ മുബ്രമാണ്, അത് അന്തിമ വിധി. അള്ളാഹു പറയുന്നു, യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹു ഇഷ്ടമുള്ളത് മാച്ചു കളയും, ഇഷ്ടമുള്ളത് ഉറപ്പിക്കും. സഹോദരങ്ങളെ, തഹജ്ജുദ് സമയത്ത് കരഞ്ഞ് ചെയ്യുന്ന ഒരു ദുആ ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയും. ആ സമയത്ത് പറയുന്ന യാ റബ്ബ്, യാ റബ്ബ് എന്ന ഒരു വാക്ക് ഭാഗ്യം തിരിച്ചു എഴുതാൻ കാരണമാകും. രണ്ടാമത്തെ രഹസ്യം, മുഖത്തിലെ നൂർ പ്രകാശം. അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ ഖബ്ലകും വഇന്ന ഖിയാമുൽ ലൈൽ ഖുർബത്തു ഇലല്ലാഹ് വമൻഹാത്തും അനിൽ ഇസ്ം വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്. ഇത് തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. രാത്രി നിസ്കാരം അത് സ്വാലിഹീങ്ങളുടെ അടയാളമാണ്. അത് അള്ളാഹുവിനെ ഖുർബത്തൻ ഇലല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. വമൻഹാത്തും അനിൽ ഇസ്ം, തെറ്റുകളെ തൊട്ടത് തടയും. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, നമ്മുടെ ദോഷങ്ങൾക്കതൊരു പ്രായശ്ചിത്തമാണ് രാത്രിയുടെ തഹജ്ജുദ് നമസ്കാരം. മൻ കസുറത്തു സലാത്തു ബില്ലൈൽ ഹസുന വജ്അഹു ബിന്നഹാർ. ആരുടെ രാത്രി നിസ്കാരം കൂടുതലാകുന്നുവോ അവൻ്റെ മുഖം പകൽ സുന്ദരമാകും. ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തുകൊണ്ട് ചിലരെ കണ്ടാൽ അവരെ മുമ്പിൽ ഒന്ന് ഇരിക്കുമ്പോൾ, മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകുന്നു, സമാധാനം തോന്നുന്നു. എന്തുകൊണ്ട്? അത് അവരുടെ രാത്രി നിസ്കാരത്തിൻ്റെ ഒരു അടയാളമാണ്. അത് മേക്കപ്പല്ല, അത് ലൈറ്റല്ല, അത് തഹജ്ജുദിൻ്റെ ഒരു പ്രകാശം, നൂർ, ലൈറ്റ്. രാത്രിയിൽ അല്ലാഹുവിന് മുന്നിൽ കരഞ്ഞു കണ്ണുകൾ പകൽ സമയത്ത് പ്രകാശമായി മാറുന്നു. മൂന്നാം രഹസ്യം, പ്രത്യേക ക്ഷണം. എല്ലാവർക്കും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൻസിലു റബ്ബുനാ തബാരക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസൽ ലൈൽ ആഖിറ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബു ലഹു മൻ യസ്അലുനി ഫൗതിയഹു മൻ യസ്തഗ്ഫിർനി ഫഗ്ഫിർ ലഹു എന്ന് ഹദീസിൽ കാണാം. അവസാനം 1/3 രാത്രി അള്ളാഹു വിളിക്കും, ആരുണ്ട് എന്നോട് ചോദിക്കുന്നവൻ, ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കും. മയ്യദ്ഊനി, ആരെന്നോട് ചോദിക്കുന്നു, ഫഅസ്തജീബ ലഹു, ഞാൻ അവനിക്ക് ഉത്തരം നൽകും. മയ്യസ്അലുനി, എന്നോട് ചോദിക്കുന്നവനക്ക് ഔതീതുഹു, അവൻ ചോദിക്കുന്ന നൽകും. മയ്യസ്തഗ്ഫിർനി, എന്നോട് ആരാണ് പൊറുക്കലിനെ തേടുന്നത്, ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്ക് പൊരുത്തു കൊടുക്കും. സഹോദരങ്ങളെ, അത് ഒരു പൊതു വിളിയല്ല, അത് ഒരു തിരഞ്ഞെടുത്തവർക്കുള്ള അവസരമാണ്. ഖുർആൻ പറയുന്നു, കാനൂ ഖലീലം മിനൽ ലൈൽ മാ യഹ്ജഊൻ. ഇത് 17-ാമത്തെ ആയത്താണ്. അവർ രാത്രിയിൽ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണ്. അള്ളാഹു നിങ്ങളെ എഴുന്നേൽപ്പിച്ചാൽ അത് നിങ്ങളുടെ അലറാം കൊണ്ടല്ല, അത് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഓർത്തത് കൊണ്ടാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഭാഗ്യം, വിധി മാറ്റാനുള്ള ഒരു ശ്രമം അതിൽ നടക്കുന്നു. മുഖം പ്രകാശിപ്പിക്കാൻ അല്ലാഹുവിൻ്റെ പ്രത്യേകം ക്ഷണം ലഭിച്ചവർക്ക് ഇന്ന് രാത്രി അലാറം വെക്കൂ, 2 റക്അത്ത് മതി. ഒരിക്കൽ യാ റബ്ബ് എന്ന് വിളിച്ചാൽ ജീവിതം മാറും. അല്ലാഹു നമ്മെ തഹജ്ജുദിൻ്റെ ആളുകളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.